ഹലോ നമസ്കാരം. എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്ക് ഒരു എയർക്രാഫ്റ്റ് നിയമമുണ്ട്. ആ നിയമം ഒന്ന് ഭേദഗതി എന്നല്ല, ഏകദേശം മൊത്തത്തിൽ മാറ്റിയിട്ട് നമ്മുടെ പാർലമെന്റ് പുതിയ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ആ നിയമം? ആ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണ് നമുക്ക് നോക്കാം. എയർക്രാഫ്റ്റ് ആക്ടിന് പകരമായി ഭാരതീയ വായുയാൻ വിധേയക്. എന്താണ്? എയർക്രാഫ്റ്റ് ആക്ടിന് പകരമായി നമ്മുടെ പാർലമെന്റ് പാസ്സാക്കിയിരിക്കുന്ന നിയമമാണ് ഭാരതീയ വായുയാൻ വിധേയക്. 1934 90 വർഷം പഴക്കമുള്ള എയർക്രാഫ്റ്റ് ആക്ടിന് പകരമായി ഭാരതീയ വായുയാൻ വിധേയക് പാർലമെന്റ് പാസ്സായി. എത്ര വർഷമാണ് പഴക്കമുള്ളത്? 90 വർഷം. 90 വർഷത്തോളം പഴക്കമുള്ള എയർക്രാഫ്റ്റ് ആക്ടിന് പകരമായിട്ടാണ് നമ്മുടെ പാർലമെന്റ് പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ഭാരതീയ വായുയാൻ വിധേയക്. എന്താണ്? ഭാരതീയ വായുയാൻ വിധേയക്. 1934 നമ്മുടെ എയർക്രാഫ്റ്റ് ആക്ട് എന്ന് കൂടി ഓർക്കുക. 1934 നമുക്ക് നിലവിലുണ്ടായിരുന്ന എയർക്രാഫ്റ്റ് ആക്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് നോക്കാം. 21 തവണ ഭേദഗതി വരുത്തിയ കാലഹരണപ്പെട്ട എയർക്രാഫ്റ്റ് ആക്ട് 1934 മാറ്റി സ്ഥാപിക്കുക. എന്താണ്? 21 തവണ ഭേദഗതി വരുത്തിയ കാലഹരണപ്പെട്ട എയർക്രാഫ്റ്റ് ആക്ട് 1934 പുനഃസ്ഥാപിക്കുക. വ്യോമയാന രംഗത്ത് സുരക്ഷ, നിയന്ത്രണ മേൽനോട്ടം, ഉപഭോക്തൃ സംരക്ഷണം എന്നിവ മെച്ചപ്പെടുത്തുക. എന്താണ്? വ്യോമയാന രംഗത്ത് സുരക്ഷ, നിയന്ത്രണ മേൽനോട്ടം, ഉപഭോക്തൃ സംരക്ഷണം എന്നിവ മെച്ചപ്പെടുത്തുക. വിമാന നിർമ്മാണത്തിൽ സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിക്കുകയും നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. വിമാന നിർമ്മാണത്തിൽ സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിക്കുക. മറ്റു രാജ്യങ്ങളെയൊന്നും ആശ്രയിക്കാതെ സ്വന്തമായിട്ട് തന്നെ വിമാന നിർമ്മാണം നടത്താൻ കഴിയുക. സിവിൽ ഏവിയേഷൻ അധികാരികൾക്കുള്ള ഭരണഘടന ശക്തിപ്പെടുത്തുക. എന്നിവയാണ് നമ്മുടെ ഈ പുതിയ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. നാസയെ നയിക്കാൻ ഐസക് മാനെ തിരഞ്ഞെടുത്ത ട്രംപ്. അപ്പോൾ അടുത്ത മാസം ജനുവരി 20 നമ്മുടെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുകയാണ്. അധികാരത്തിലേറുന്നതിന് മുന്നേ തന്നെ ഒരു നിയമനവും കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ്. നിയമിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. എന്താണ്? നാസയെ നയിക്കാൻ ഐസക് മാനെ തിരഞ്ഞെടുത്ത ട്രംപ്. ബഹിരാകാശത്ത് നടന്ന ശാസ്ത്രജ്ഞനല്ലാത്ത ആദ്യത്തെ ആൾ ആരാണ്? ബഹിരാകാശത്ത് നടന്ന ശാസ്ത്രജ്ഞനല്ലാത്ത ആദ്യത്തെ ആളാണ് ജാരദ് ഐസക് മാൻ. അദ്ദേഹം ഓൺലൈൻ പണമിടപാട് സ്ഥാപനമായ ഷിഫ്റ്റ് ഫോർ പേയ്മെന്റിന്റെ സ്ഥാപകനാണ്. ഷിഫ്റ്റ് ഫോർ പേയ്മെന്റ്സിന്റെ സഹസ്ഥാപകനാണ്. നാസയുടെ അടുത്ത മേധാവിയായി നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്ത ആ വ്യക്തിയാണ് ജാരദ് ഐസക് മാൻ. ജാരദ് ഐസക് മാന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ബഹിരാകാശത്ത് നടന്ന ശാസ്ത്രജ്ഞനല്ലാത്ത ആദ്യത്തെ വ്യക്തിയാണ് ജാരദ് ഐസക് മാൻ. എന്താണ്? ബഹിരാകാശത്ത് നടന്ന ശാസ്ത്രജ്ഞനല്ലാത്ത ആദ്യ ആളാണ് ജാരദ് ഐസക് മാൻ. ഓൺലൈൻ പണമിടപാട് സ്ഥാപനമായ ഷിഫ്റ്റ് ഫോർ പേയ്മെന്റ്സിന്റെ സഹസ്ഥാപകനാണ്. ഇനി വരാനിരിക്കുന്ന നാസയുടെ മേധാവിയാണ് ജാരദ് ഐസക് മാൻ. ലൈറ്റ് വാലറ്റ് പരിധി ഉയർത്തി RBI. എന്താണ് ലൈറ്റ് വാലറ്റ് പരിധി? ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എന്താണ് വാട്സപ്പിലൊക്കെ നമുക്ക് ലിങ്ക് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ കാശ് അയക്കുന്ന ഒരു സംവിധാനമുണ്ട്, ലൈറ്റ് വാലറ്റ് പരിധി. അത് നമുക്കൊരു 2000 രൂപ വരെ അയക്കാം. 2000 വെച്ചിട്ട് നമ്മൾ 1-2 പ്രാവശ്യമായിട്ട് അയക്കും. അങ്ങനെ 2000 ആണ് അതിന്റെ ഒരു പരിധി എന്ന് പറയുന്നത്. അപ്പോൾ ആ പരിധി RBI ഉയർത്തിയിരിക്കുകയാണ്. UPI ലൈറ്റ് വാലറ്റിന് മാറ്റങ്ങൾ വരുത്തി RBI. പുതുക്കിയ മാറ്റങ്ങൾ അനുസരിച്ച് ഒരു ദിവസം പരമാവധി 5000 രൂപയുടെ ഇടപാടുകൾ നടത്താം. അപ്പൊ സാധാരണഗതിയിൽ നമ്മളിത് ഉപയോഗിക്കുന്നതാണ്. 2000 രൂപ വരെയാണ് മാക്സിമം നമുക്ക് അയക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ പരിധി മാറ്റി 5000 രൂപ വരെ അയക്കാവുന്ന രീതിയിലാക്കിയിരിക്കുകയാണ് നമ്മുടെ RBI. നിലവിൽ ഈ പരിധി 2000 രൂപയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ഓർത്തിരിക്കുക, നമുക്കിനി വരുന്ന പരീക്ഷകളിലൊക്കെ ഇത്തരത്തിൽ ചോദ്യങ്ങൾ വരാം. അപ്പൊ നിലവിൽ UPI ലൈറ്റ് വാലറ്റിലെ പരിധി എന്ന് പറയുന്നത് 2000 രൂപയാണ്. ഇത് 5000 രൂപയായിട്ടാണ് ഉയർത്തിയിരിക്കുന്നത്. ഒരു ഇടപാടിന്റെ പരിധിയിൽ 500 രൂപയിൽ നിന്ന് 1000 ആക്കി. അപ്പോൾ ഒരു ഇടപാട് ഒറ്റ തവണയായിട്ട് എത്ര രൂപ അയക്കാം? 500 രൂപയായിരുന്നു അയക്കാൻ കഴിയുന്നത്. അത് എത്രയാക്കി മാറ്റി? 1000 ആക്കി.
ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയ ആപ്പുകൾ ഉപഭോക്താക്കൾക്ക് UPI പേയ്മെന്റ് സേവനം നൽകുന്നുണ്ട്. അപ്പൊ എന്താണ്? ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയ ആപ്പുകൾ ഉപഭോക്താക്കൾക്ക് UPI ലൈറ്റ് സേവനം നൽകുന്നുണ്ട്. അപ്പൊ അതിന്റെ പരിധി ഉയർത്തിയ കാര്യം മറക്കാതിരിക്കുക. ആദ്യ സ്വദേശി ഡ്രോൺ നാഗാസ്ത്ര ഫസ്റ്റ് സൈന്യത്തിന് കൈമാറി. അപ്പൊ നമ്മുടെ ആദ്യ സ്വദേശി ഡ്രോൺ ഏതാണ്? നാഗാസ്ത്ര ഫസ്റ്റ് സൈന്യത്തിന് കൈമാറിയിരിക്കുന്നു. ആയുധ നിർമ്മാണ രംഗത്തെ ആത്മനിർഭർ പദ്ധതി എന്താണ്? ആയുധ നിർമ്മാണ രംഗത്തെ ആത്മനിർഭർ പദ്ധതിയിൽ നിർണായക കുതിപ്പുമായി നാഗ്പൂരിലെ സോളാർ ഇൻഡസ്ട്രീസ്. ഏതാണ്? നാഗ്പൂരിലെ സോളാർ ഇൻഡസ്ട്രീസ് എവിടെയാണ്? നാഗ്പൂരിലാണ്. ആദ്യ സ്വദേശി ആയുധമായ 480 നാഗാസ്ത്ര ഫസ്റ്റ് ഡ്രോണുകൾ സൈന്യത്തിന് കൈമാറി. ആദ്യ സ്വദേശി ആയുധമായ 480 നാഗാസ്ത്ര ഫസ്റ്റ് ഡ്രോണുകൾ സൈന്യത്തിന് കൈമാറി. 75% തദ്ദേശീയ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചാണ് ഈ ആയുധങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ 75% തദ്ദേശീയ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ ആയുധങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നാഗാസ്ത്ര പൂർണ്ണമായും നാഗ്പൂരിൽ രൂപകൽപ്പന ചെയ്തതാണ്. ഭാരം കുറഞ്ഞതും സൈനികർക്ക് സ്വയം വഹിക്കാവുന്ന തരത്തിലുള്ളതുമാണിത്. അപ്പൊ എന്താണ്? നാഗാസ്ത്ര പൂർണ്ണമായും നാഗ്പൂരിലാണ് രൂപകൽപ്പന ചെയ്തത്. ഇതിന്റെ പ്രത്യേകത ഭാരം കുറവാണ്, സൈനികർക്ക് സ്വയം വഹിക്കാവുന്ന തരത്തിലുള്ളത് കൂടിയാണ് ഈ ആയുധങ്ങൾ എന്നുകൂടി ഓർക്കുക. അടുത്ത നമുക്ക് മറ്റു ചില ആനുകാലിക വാർത്തകളിലേക്ക് പോകാം. സംസ്ഥാന സർക്കാർ അംഗീകരിച്ച കായിക നയത്തിന്റെ ഭാഗമായി കായിക വകുപ്പ് നടപ്പാക്കുന്ന സ്പോർട്സ് കേന്ദ്രങ്ങളിൽ ആദ്യത്തേത് പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെ? എങ്ങനെയാണ്? സംസ്ഥാന സർക്കാർ അംഗീകരിച്ച കായിക നയത്തിന്റെ ഭാഗമായി കായിക വകുപ്പ് നടപ്പിലാക്കുന്ന സ്പോർട്സ് കേന്ദ്രങ്ങൾ എന്താണ്? സ്പോർട്സ് കേന്ദ്രങ്ങളിൽ ആദ്യത്തേത് പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ്? തലശ്ശേരിയിലാണ് സ്പോർട്സ് കേന്ദ്രങ്ങളിൽ ആദ്യത്തേത് പ്രവർത്തനം ആരംഭിക്കുന്നത്. IFFK സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ലഭിച്ച ഇന്ത്യൻ സംവിധായിക എന്താണ്? IFFK സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ലഭിച്ച ഇന്ത്യൻ സംവിധായകയാണ് പായൽ കപാഡിയ. ആരാണ്? പായൽ കപാഡിയ. IFFK സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ലഭിച്ച ഇന്ത്യൻ സംവിധായികയാണ് പായൽ കപാഡിയ. അവിശ്വാസത്തിൽ ഫ്രഞ്ച് സർക്കാർ വീണു. സ്ഥാനം നഷ്ടപ്പെട്ട ഫ്രഞ്ച് പ്രധാനമന്ത്രിയാണ് മിഷേൽ ബാർണിയർ. ഫ്രാൻസിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ സ്ഥാനം നഷ്ടപ്പെട്ട ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിയാണ് മിഷേൽ ബാർണിയർ. ആരാണ്? മിഷേൽ ബാർണിയർ. അവിശ്വാസ പ്രമേയത്തിലൂടെ സ്ഥാനം നഷ്ടപ്പെട്ട ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിയാണ് മിഷേൽ ബാർണിയർ. 10ാമത് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ നടന്നത് എവിടെ? 10ാമത് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ IISF എന്താണ്? IISF വേദി IIT ഗുവാഹത്തിയിലായിരുന്നു. 10ാമത് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ നടന്നത്. രാജ്യത്തെ ഈ വർഷത്തെ ഏറ്റവും മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തത് ഏത് പോലീസ് സ്റ്റേഷനെയാണ്? ഏതാണ്? നമ്മുടെ കേരളത്തിലേതാണ്. അതുകൊണ്ടല്ലേ 5ാമത്തേതൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരുന്നത്. പാലക്കാട് ജില്ലയിലെ ആലത്തൂർ പോലീസ് സ്റ്റേഷൻ. ഏതാണ്? ആലത്തൂർ പോലീസ് സ്റ്റേഷൻ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ പോലീസ് സ്റ്റേഷനെയാണ് ഈ വർഷത്തെ ഏറ്റവും മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തത്. ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവ അവധിയും തൊഴിൽ അവധിയും നൽകിയ ലോകത്തിലെ ആദ്യ രാജ്യം. വളരെ മികച്ച ഒരു മുന്നേറ്റമാണ്. ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവ അവധിയും തൊഴിൽ അവധിയും നൽകിയ ലോകത്തിലെ ആദ്യ രാജ്യമായി മാറിയിരിക്കുകയാണ് ബെൽജിയം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവ അവധിയും തൊഴിൽ അവധിയും നൽകിയ ലോകത്തിലെ ആദ്യ രാജ്യമാണ് ബെൽജിയം. അടുത്ത നമ്മുടെ ആരാണ് എന്താണ് സെഗ്മെന്റിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം SCERT ഫാക്ടുമായി ബന്ധപ്പെട്ട് ഒരു ആക്ടിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അത് ഒട്ടുമിക്ക പേർക്കും പിടികിട്ടി കാണും ഏതാണ് ആക്ട് എന്ന്. ഏതാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ്. ഇതുമായി ബന്ധപ്പെട്ട ഫാക്ട് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആരാണ് എന്താണ് സെഗ്മെന്റിൽ പറഞ്ഞത്. അപ്പൊ ഇന്നും സെയിം അതുപോലെ തന്നെ ഒരു SCERT ഫാക്ട് ആണ്. SCERT ടെക്സ്റ്റിൽ താഴെ ഇങ്ങനെ ഓരോരോ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ രശ്മിയുടെ പ്രത്യേകതകൾ, ഇതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് എന്ന്. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യവും. ഏത് സൂര്യരശ്മിയാണ് താഴെ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അപ്പൊ എന്താണ് ആ പ്രശ്നങ്ങൾ എന്ന് നോക്കാം. ആഹാര ശൃംഖലയുടെ നാശം. അപ്പൊ ഈ സൂര്യരശ്മി ഏൽക്കുന്നത് വഴി ആഹാര ശൃംഖലയ്ക്ക് നാശം ഉണ്ടാകുന്നു.
കൃഷിനാശം, കൃഷി നശിക്കുന്നു, സസ്യങ്ങളുടെ വളർച്ച മുരടിക്കുന്നു, അകാല വാർദ്ധക്യം ഉണ്ടാകുന്നു, നമുക്ക് അന്ധത ഉണ്ടാകുന്നു, തിമിരം ഉണ്ടാകുന്നു, ത്വക്കിൽ ക്യാൻസർ ഉണ്ടാകുന്നു, സ്കിൻ ക്യാൻസറിന് കാരണമാകുന്നു. അപ്പൊ നമുക്കറിയാം ഒരു സൂര്യരശ്മി നമുക്ക് വളരെ ഹാനികരമായാണ് നമ്മളെ ബാധിക്കുന്നത്. അപ്പോൾ ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. എന്നിരുന്നാലും ഇത് ഇത്രയും അതിന്റെ പ്രശ്നങ്ങളാണ് എന്ന് കൂടി ഓർക്കുക. നമുക്ക് മെയിനായിട്ട് അറിയാവുന്നത് എന്താണ്? സ്കിൻ ക്യാൻസർ ഉണ്ടാകും, സ്കിൻ ക്യാൻസർ ഉണ്ടാകും. നമ്മൾ കുഞ്ഞു മുതൽക്കേ പറഞ്ഞു കേൾക്കുന്നതാണ്. ഈ സൂര്യരശ്മികൾ നമ്മുടെ ശരീരത്തിൽ പതിച്ചു കഴിഞ്ഞാൽ നമുക്ക് ത്വക്കിൽ ക്യാൻസർ ഉണ്ടാകും, ത്വക്കില് ക്യാൻസർ ഉണ്ടാകും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് മാത്രമല്ല, മറ്റ് ചില പ്രശ്നങ്ങൾ നമുക്ക് മാത്രമല്ല ഭൂമിയിലെ ഒട്ടുമിക്ക ജീവജാലങ്ങളെയും ദോഷകരമായി ബാധിക്കുന്ന ഒരു സൂര്യരശ്മിയാണിത്. ഇത് എന്തൊക്കെ ഉണ്ടാക്കുന്നു? ആഹാര ശൃംഖലയുടെ നാശം, കൃഷിനാശം, സസ്യവളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത, തിമിരം, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ. അപ്പൊ ഏതാണ് ഈ സൺലൈറ്റ് എന്ന് നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. അപ്പൊ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യാൻ നോക്കുക. ഇതിന്റെയൊക്കെ ആൻസർ അറിയാത്തവർ അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ കമന്റ് സെക്ഷൻ നോക്കുക, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമ്മുടെ സെയിം സെഗ്മെന്റ് വരാൻ കാത്തിരിക്കുക. അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്